HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഫയർമാൻ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യാം. നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 15/1/2025. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ജനുവരി 15-ലാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കരുത്. ലാസ്റ്റ് ഡേറ്റിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് വരും. നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫയറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതിന് കൂടെ തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഒരു വർഷത്തേക്കാണ് ഇപ്പോഴുള്ള ഫോഴ്സുകളുടെ ഒക്കെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ് അല്ലേ. നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. മറ്റു ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഇപ്പോൾ പോലീസ് ആണെന്നുണ്ടെങ്കിലും MVD ആണെങ്കിലും ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എക്സൈസ് ആണെങ്കിലൊക്കെ പല ആളുകൾക്കും അവരോട് ഒരു വെറുപ്പും കാര്യങ്ങളും ഉള്ള ആളുകളുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ കണ്ടെടുത്തുമ്പോഴൊക്കെ ഉണ്ടാവുന്ന വെറുപ്പാണ്. പക്ഷേ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തന്നെയാണ്. എല്ലാവർക്കും അവരോടൊരു ബഹുമാനവും ഒരു ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫയർമാൻ ഡ്രൈവർ എന്നുള്ള പോസ്റ്റിലോട്ട്, ഡ്രൈവർ ട്രെയിനി എന്നുള്ള പോസ്റ്റിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 472/2024 കാറ്റഗറി നമ്പർ വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഫയർമാൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അതിൽ വുമൻസിനും അതേപോലെ തന്നെ അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റൂല ഈ ഒരു പോസ്റ്റിൽ. നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. നിങ്ങൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോയ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 491/2024 വരുന്നത് സെയിം എക്സാമും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ്. ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ്. NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. നോർമലി നമ്മൾ സാധാരണ പറയാറ് SC CC എന്ന് പറഞ്ഞ കാറ്റഗറി അല്ലേ. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ നോർമൽ ഈ രണ്ട് നോട്ടിഫിക്കേഷന്റെയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെയിം ആണ്. അപ്പൊ അതിന്റെ ഏജ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫയർമാൻ്റെ ബാച്ച് ഓൾറെഡി കഴിഞ്ഞ് അവരുടെ ഫിസിക്കലും കഴിഞ്ഞ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഫയർമാൻ്റെ എക്സാം എഴുതുന്ന ആളുകൾക്കും കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫയർമാൻ ഡ്രൈവറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ ജനുവരി 15 ആകുമ്പോഴേക്കും പുതിയ ഈ 2025 നടക്കാൻ പോകുന്ന എല്ലാ എക്സാമിന്റെയും സിലബസ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിലബസിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതോടൊപ്പം തന്നെ ക്ലാസ്സുകളും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫയർമാനിലെ ഫയറിന്റെയും ഫസ്റ്റ് എയറിന്റെയും ടോപ്പിക്കും അതോടൊപ്പം തന്നെ ഡ്രൈവറിന്റെ ടോപ്പിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസും ക്ലാസ്സസും ആണ് CC നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇതാ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ഏജ് ലിമിറ്റ് അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞ റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 26 വരെ. ഇതാണ് എല്ലാവർക്കും അധികം ഒരു സംശയം ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതാണ് 18 മുതൽ 26 വരെയാണ് ഇതിന്റെ ഫയർമാന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 26, 28 വരെയാണ് നമുക്ക് നോർമലി വരാറുള്ളത്. അതിൽ സെപ്പറേറ്റ്ലി ഈ ഏജ് ലിമിറ്റ് പറയുന്നതോടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. 2/1/1998 മുതൽ 1/1/2006 വരെ ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലുള്ള ആളുകൾ നോക്കുക. ആ ഗ്യാപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അതായത് OBC കാറ്റഗറിയിലാണെങ്കിലും അതേപോലെ SC ST കാറ്റഗറിക്ക് നോർമലി PSC കൊടുക്കുന്ന റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് സാധാരണ കൊടുക്കാറുള്ള എത്ര വർഷമാണ്? OBCക്ക് 3 വർഷം കൊടുക്കും. SC STക്ക് 5 വർഷം കൊടുക്കും. ഈ 3 വർഷം 5 വർഷം റിലാക്സേഷന് ഇതിലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ 98 എന്നുള്ളത് അതോടൊപ്പം തന്നെ 3 വർഷം 5 വർഷമായിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും.
ഇപ്പം നോർമലി നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ 18 മുതൽ 26 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂണിഫോം പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 25-26 വയസ്സിലെ അതല്ലെങ്കിൽ 27 മാക്സിമം പോയി കഴിഞ്ഞാൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. പല ആളുകളുടെയും അവസാനത്തെ ചാൻസും കൂടി ആകാം. അപ്പോൾ എന്തായാലും മറക്കാതെ കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ഓർ ഇക്വലന്റ് ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. കമ്പ്യൂട്ടർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് നൽകുന്നുണ്ട്. ഫസ്റ്റത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത് +2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും കൂടി ഉണ്ടാവും അല്ലേ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഏതിലല്ലേ ഹെവിയോടെ കൂടിയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് വിത്ത് ബാഡ്ജ് ഹെവി വിത്ത് ബാഡ്ജ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ചില ആളുകളുടെ ഡൗട്ട് ഉണ്ട്, പല നോട്ടിഫിക്കേഷനിലും നമുക്ക് 3 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 ഇയർ എൻഡോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ 3 ഇയറും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇട്ട് ഹെവി പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൻ്റെ ഈ പ്രൊസീജിയർ ഫുള്ള് കഴിയുന്നത് വരെ വാലിഡ് ആയിരിക്കണം. പല ആളുകൾക്കും നേരത്തെ ലൈസൻസ് എടുത്തു വെച്ച പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രോബ്ലം ആണത്. കാരണം നമ്മൾ ലൈസൻസിന്റെ എക്സ്പയർ ഡേറ്റ് മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഹെവി വിത്ത് ബാഡ്ജ് എടുക്കുകയാണെങ്കിൽ 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 വർഷത്തോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2000 ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ എക്സാമിന്റെ ഇടയിൽ എക്സ്പയർ ആകാൻ പോകുന്ന ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഗ്യാപ്പ് പീരീഡ് കൊടുക്കാതെ എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക ലൈസൻസ് പുതുക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മൾ അപ്പോയിൻമെന്റ് നടക്കുന്നത് വരെ നമ്മുടെ ലൈസൻസിൽ ഒരു ഗ്യാപ്പ് പീരീഡ് വരാൻ പാടില്ല, അതായത് എക്സ്പയർ ആകാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് OMR ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ, ഈ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് വരണം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വാലിഡ് ആയിരിക്കണം. അതിൽ എക്സ്പയർ ആകാൻ പാടില്ല, സസ്പെൻഷൻ ഒന്നും കിട്ടാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ ഫിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. നോർമലി 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ റിലാക്സേഷൻ ഉണ്ട്, 160 സെന്റിമീറ്റേഴ്സ് മതി ഹൈറ്റ്. ദെൻ വെയിറ്റ് പറയുന്നത് 50 കിലോഗ്രാം. SC/ST ആണെന്നുണ്ടെങ്കിൽ 48 കിലോഗ്രാം. അതോടൊപ്പം തന്നെ ചെസ്റ്റ് 81 സെന്റിമീറ്റർ. അതേപോലെ SC/STക്ക് 76 സെന്റിമീറ്റർ. അതോടൊപ്പം തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. മിനിമം ചെസ്റ്റ് 81 ആണ്. ഇതിന് മുകളിൽ എത്രയായാലും പറ്റും. പക്ഷെ നമുക്ക് എത്രയാണോ നമ്മളുടെ നോർമൽ ചെസ്റ്റ് ഉള്ളത് അതിൽ നിന്നൊരു 5 സെന്റിമീറ്റർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇതിനൊരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റ്, എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും ഇതിന്റെ കൂടെ തന്നെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐസൈറ്റ് ആണ് അല്ലേ. വിഷൻ സ്റ്റാൻഡേർഡ് ആണ്. വിഷൻ സ്റ്റാൻഡേർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 6/6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷൻ സ്റ്റാൻഡേർഡും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലോട്ട് കയറുമ്പോൾ നമ്മളുടെ OMR എക്സാം കഴിഞ്ഞ് നമ്മളൊരു ടെസ്റ്റ്, നമ്മളൊരു വെരിഫിക്കേഷൻ ഫിസിക്കൽ ടെസ്റ്റിലോട്ട് പോകുന്ന സമയത്തേക്ക് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഹാജരാക്കേണ്ടി വരും. ദെൻ നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. നോർമലി നമ്മളുടെ PSC കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എഫിഷ്യൻസി ടെസ്റ്റിൽ 8 ഐറ്റംസിൽ 5 എണ്ണം പാസ്സാകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ ഓരോന്ന് നോക്കാം. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് ഉണ്ട്, ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, പുള്ളപ്പ് ഉണ്ട്, 1500 മീറ്റർ റണ്ണിങ്ങും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത്. ഇതിന്റെ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ പോസ്റ്റിന് ചെറുതായിട്ട് ടൈം ലിമിറ്റ് മാറാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിലുള്ള ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് 8 എണ്ണം വേണ്ട, നമുക്കിതിൽ ഏതെങ്കിലും 5 എണ്ണം അല്ലേ, ഏതെങ്കിലും 5 എണ്ണം നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും പാസ്സായിരിക്കും. ഇപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റിലൊക്കെ നമ്മൾ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ എഫിഷ്യൻസി ടെസ്റ്റിൽ ഫെയിൽ ആയിട്ട് പുറത്തു പോകുന്നതും കാണാവുന്നതാണ്. ദെൻ നമുക്കിതിന്റെ നെക്സ്റ്റ് നോക്കാനുള്ളത് സിലബസ് ആണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ജനുവരിയിലാണ് ഇതിന്റെ എക്സാം നടന്നത്. 2024 ജനുവരിയിലാണ് ലാസ്റ്റ് എക്സാം നടന്നത്. അപ്പോൾ ആ എക്സാമിന് വന്ന സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും ഇനിയും വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വെച്ചിട്ട് തന്നെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ആ 2024 ജനുവരിയിൽ എക്സാം നടക്കാൻ വേണ്ടിയിട്ട്
പുതുതായിട്ട് വന്ന സിലബസ് ആയിരുന്നു, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ സിലബസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. ഈ പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഇത്രയും മാർക്ക് 30 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. പൊതുവിജ്ഞാന ഭാഗത്ത് നിന്ന് 30 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ടോപ്പിക്കും എന്താ എന്നുള്ളത് ഓരോന്ന് സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ജനറൽ, നമ്മൾ സാധാരണ പറയുന്ന പോലെ GK എന്ന് പറയുന്ന പോലെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ് വരുന്നത് 30 മാർക്കിനാണ് വരുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങളാണ്, നമ്മുടെ കറന്റ് അഫയേഴ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് വരുന്നത് 10 മാർക്കാണ് അല്ലേ. കറന്റ് അഫയേഴ്സ് എന്ന് വരുന്നത് 10 മാർക്കാണ്. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതായത് നമുക്കറിയാം നമ്മളുടെ മെന്റൽ എബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ മാത്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സിമ്പിൾ മാത്സ് അല്ലെങ്കിൽ നമ്മളെ മെന്റൽ എബിലിറ്റി ആണ്. അതിൽ നിന്ന് നമുക്കൊരു 10 മാർക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ നേരത്തെ ഒരു 30 മാർക്ക് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ 10 കൂട്ടിയിട്ട് 50 മാർക്ക്. ഇവിടെ നമുക്ക് ടോട്ടൽ 50 മാർക്കായി അല്ലേ, 50 മാർക്കായി. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫയർമാൻ ഡ്രൈവർ ആണ് അല്ലേ. അപ്പോൾ ഫയറിനെയും കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ 20 മാർക്കാണ് അല്ലേ. നല്ല വെയിറ്റേജ് ഉള്ള മാർക്കാണ് വരുന്നത് 20 എന്ന് പറയുന്നത്. ഫയറും ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയേഴ്സ് ഉണ്ട് അല്ലേ, ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഫയേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട് അല്ലേ. പല തീകളും കെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിൽ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേമാതിരി ഫസ്റ്റ് എയ്ഡ്, നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പാമ്പ് കടി ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ശ്വാസതടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ 20 മാർക്കിന്റെ സെക്ഷനിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫയർമാൻ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലിവറേജ് കിട്ടുന്നത് അല്ലേ എവിടെയാണ് 30 മാർക്കിന് അല്ലേ. 30 മാർക്കിനാണ് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭാഗങ്ങൾ. ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 30 മാർക്ക്. ഇതും തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 30 മാർക്കിന്റെ സ്പ്ലിറ്റ് സിലബസ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് സിലബസ്. നമ്മൾ ഒത്തിരി തവണ പല വീഡിയോകളിലായിട്ട് ഈ സിലബസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആളുകൾ യൂട്യൂബിൽ ഓൾറെഡി വീഡിയോ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 100 മാർക്കിലോട്ടാണ്. 30 മാർക്കിന്റെ ജനറൽ നോളജ്, 10 മാർക്കിന്റെ കറന്റ് അഫയേഴ്സ്, 10 മാർക്കിന്റെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ സിമ്പിൾ മാത്സ് എന്ന് നമുക്ക് പറയാം. ദെൻ 20 മാർക്കിന് ഫയറും ഫസ്റ്റ് എയ്ഡും, 30 മാർക്കിന് ഡ്രൈവിംഗും. അപ്പോൾ 30 മാർക്കാണ് 30ഉം 20ഉം. ഇവിടെ 50ഓളം മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫയർമാന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന് നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഇതാണ് സിലബസ് എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് സിലബസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓൾറെഡി അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഞാൻ ആ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിനെ മുന്നേ വിളിച്ച കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 187/2023 ആയിരുന്നു അല്ലേ. 187/2023 ആയിരുന്നു ഇതിന് തൊട്ട് മുന്നേ വിളിച്ച കാറ്റഗറി നമ്പർ. 2023 നോട്ടിഫിക്കേഷൻ വന്നത്. ദെൻ എക്സാം നടന്നത് ഞാൻ പറഞ്ഞു ജനുവരിയിലായിരുന്നു, 18/1/2024 ജനുവരിയിൽ അതിന്റെ എക്സാം നടന്നു, OMR നടന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 56.67 അല്ലേ, 56. ഒരു സാധാരണ ഒരു PSC എക്സാമിന് ചോദിക്കുന്ന ലെവലിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ് വന്നത്. 56 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഈ സിലബസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെ 30ഉം 20ഉം 50 മാർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. കട്ട് ഓഫ് വന്നത് 56ആണ്, 56.6 കട്ട് ഓഫ് വന്നത്. ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അത് ഡ്രൈവിംഗിന്റെ ഭാഗത്ത് നിന്നുള്ള 30 മാർക്കും ഫയറിന്റെ ഭാഗത്ത് നിന്നുള്ള 20 മാർക്കിൽ നിന്നും നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്ന 50 മാർക്കിൽ നിന്നും ചെറിയൊരു മാർക്ക് രീതിയിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ഇതിൽ നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ നല്ല രീതിയിൽ GKയും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാർക്കോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയരത്തിൽ തന്നെ എത്താൻ കഴിയും. അപ്പോൾ ജസ്റ്റ് കട്ട് ഓഫ് വന്നത് 56.67 എന്നാണ് പറഞ്ഞത്. ദെൻ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 357 പേരാണ് മെയിൻ ലിസ്റ്റിലും, സപ്ലിമെന്ററിയിൽ 168 പേരുമാണ് ടോട്ടൽ ഉൾപ്പെട്ടത്. ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത്, ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് ഉൾപ്പെട്ടത് 357ഉം 168 അല്ലേ. ഒരു 500+ കാൻഡിഡേറ്റ്സ് ആയിരുന്നു ടോട്ടലി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ദെൻ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു അല്ലേ. അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ മെയിൻ ലിസ്റ്റിൽ 218ഉം അതേമാതിരി സപ്ലിമെന്ററി ലിസ്റ്റിൽ 62 പേരുമായിട്ട് ഷോർട്ടായിട്ട് ചുരുങ്ങി. അപ്പോൾ നമുക്ക് നോക്കിയാറായിട്ട് മെയിൻ ലിസ്റ്റിൽ 200 പേരാണ് ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ ഓൾറെഡി 357 പേരുള്ളതിൽ 218 പേരായി.
കുറച്ച് പേര് അതിൽ നിന്ന് എന്തായി ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ ഔട്ടായി. ഇനി ഇതിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞ് ഇന്റർവ്യൂവും കഴിഞ്ഞാലാണ് റാങ്ക് ലിസ്റ്റ് വരിക. റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ 1 വർഷത്തേക്കാണ് നിയമനം. 1 വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര പോസ്റ്റാണോ ഉള്ളത് ആ പോസ്റ്റിലോട്ട് നിയമന അഡ്വൈസുകൾ പോയി തുടങ്ങും. ദെൻ അതിന് ശേഷം എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരാനാവുമ്പോഴേക്കും നമ്മളുടെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിന്റെ എക്സാം PSC കണ്ടക്ട് ചെയ്തിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമുകൾ നടക്കണം. എക്സാം നടക്കാൻ ഇപ്പോൾ PSCയുടെ ആനുവൽ കലണ്ടർ പ്രകാരം PSC പറഞ്ഞിട്ടുള്ളത് ജൂലൈ ടു സെപ്റ്റംബർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസത്തിനുള്ളിൽ ഈ എക്സാം നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ജൂലൈ കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്കിനി കൃത്യം 7 മാസത്തോളമാണ്. ഇന്നത്തെ 7 മാസത്തിൽ 7 മാസമാണ് നമുക്ക് എന്തുള്ളത്, ആകെ ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമുള്ളത് അല്ലേ. അപ്പോൾ 7 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകൾ അധികം ആളുകളും ജോലിയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ജോലി സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് എങ്ങനെയാണോ നോക്കിയിട്ട് അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ജൂലൈയിൽ എക്സാം വരും എന്നുള്ള പ്രതീക്ഷിച്ചിട്ട് നോക്കാം. ഓഗസ്റ്റും സെപ്റ്റംബറും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ജൂണിന് മുന്നേ തന്നെ കവർ ചെയ്യണം. ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷനും അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഫയർമാൻ്റെ എക്സാമിന് വേണ്ടിയിട്ടും അതേപോലുള്ള മറ്റ് ഡ്രൈവർ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ള് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്